പോലീസ് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയുടെ മുഖത്തടിച്ചും നെഞ്ചത്ത് പിടിച്ച് തള്ളിയും അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. പലവിധ വിമർശനങ്ങളാണ് ഇയാൾക്കെതിരെ ഉയരുന്നത്. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഗർഭിണിയായ യുവതി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2024 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരാതിക്കാരിക്ക് ഇപ്പോൾ ലഭിച്ചത്. ഈ ദൃശ്യങ്ങളിലൂടെയാണ് പല തെറ്റിദ്ധാരണകളും മാറിയത് എന്ന് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രൂരത പുറത്തു വന്നതും ഇങ്ങനെ തന്നെയാണ്. യുവതിയുടെ നെഞ്ചിൽ പിടിച്ച് തള്ളുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിനെതിരെ യുവതിയും കുടുംബവും പരാതിപ്പെട്ടെങ്കിലും പോലീസ് ഇതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. യുവതി കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചുകൊണ്ട് വന്നു എന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. കൂടാതെ പരാതിക്കാരി പോലീസുകാരെ മർദ്ദിച്ചെന്നും ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് യുവതിയും ഭർത്താവും ആവശ്യപ്പെട്ടിരുന്നിട്ടും നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇവർ നേരിട്ട് കോടതിയെ സമീപിച്ചത്. 1 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ദൃശ്യങ്ങൾ ലഭിക്കുകയായിരുന്നു ഈ പരാതിക്കാരിക്ക്. ഗർഭിണിയായിരുന്ന തന്നെ പോലീസ് കൂട്ടം ചേർന്ന് മർദ്ദിച്ചെന്നും സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നും യുവതി ആദ്യമേ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കുടുങ്ങിയത്. നടപടിയെ തുടർന്ന് SHO ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ്. തുടർന്ന് വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ബെൻജോ ബേബിയുടെ ഭാര്യ ഷൈമോളെയാണ് SHO ആയ പ്രതാപ് ചന്ദ്രൻ മർദ്ദിച്ചത്. പോരാട്ടം തുടരുമെന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം പ്രതാപ് ചന്ദ്രനെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു ഷൈമോളുടെയും കുടുംബത്തിന്റെയും ആവശ്യം. തെളിവായി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ പ്രതാപചന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് യുവതിയും കുടുംബവും ആവശ്യപ്പെട്ടത്. നിലവിൽ അരൂർ SHO യാണ് ഈ കേസിലെ പ്രതിയായ പ്രതാപ് ചന്ദ്രൻ. പ്രതാപ് ചന്ദ്രൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ CI ആയിരിക്കെയായിരുന്നു ഈ സംഭവം നടന്നത്. 2024 ജൂൺ 18 പുലർച്ചെ ടൂറിസ്റ്റ് ഹോമിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച 2 യുവാക്കളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന കുറ്റം ചുമത്തിയാണ് ബെൻജോയെ പിടികൂടിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു കേസ്. പോലീസിന്റെ മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു പക്ഷേ ബെൻജോ. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ് ഇരട്ടകളായ കൈക്കുഞ്ഞുങ്ങളുമായാണ് ഗർഭിണിയായ ഷൈമോൾ സ്റ്റേഷനിലെത്തിയിരുന്നത്. ഷൈമോളും പോലീസുകാരും തമ്മിൽ ബെൻജോയുടെ സാന്നിധ്യത്തിൽ തന്നെ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ പ്രതാപ് ചന്ദ്രൻ ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. ഇത് ചോദ്യം ചെയ്തതോടെ മുഖത്തടിച്ചു. മറ്റു പോലീസുകാരാണ് പിടിച്ചു മാറ്റിയത്. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ പറഞ്ഞ പരാക്രമങ്ങൾ ഒക്കെ നടന്നത്. പ്രതാപ് ചന്ദ്രനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. സ്വിഗ്ഗി ജീവനക്കാരനെയും കോൺഗ്രസ് നേതാവിനെയും ഒക്കെ മർദ്ദിച്ചെന്നുള്ള പരാതികളാണ് പണ്ട് നിലനിന്നത്. എന്നാൽ അതൊന്നും യാതൊരു നടപടികളും ഉണ്ടായ കേസുകളായി. പ്രതാപചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കടക്കം മുൻപും പരാതി നൽകിയിരുന്നെങ്കിലും അന്ന് നടപടി ഉണ്ടായില്ല എന്നും ആരോപണങ്ങളുണ്ട്. വകുപ്പ് തല അന്വേഷണം പുകമറ മാത്രമാണെന്നാണ് സംശയിക്കുന്നത്. പോലീസിന്റെ ആരോപണങ്ങളെല്ലാം കള്ളമെന്നതിന് ഇപ്പോൾ തെളിവുണ്ട്. ഒരു വനിതാ പോലീസും ചേർന്നാണ് തന്നെ ഉപദ്രവിച്ചതെന്നും ഷൈമോൾ പറയുന്നുണ്ട്. അനുഭവിച്ചത് പോലീസ് മുറയെന്നാണ് ഷൈമോളുടെ ഭർത്താവ് ബെൻജോ ബേബി പറഞ്ഞത്. സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി ഇവരെ മർദ്ദിച്ചു. ഭാര്യയെ അടിക്കുന്നത് കണ്ട് കരഞ്ഞപ്പോൾ വീണ്ടും മർദ്ദിച്ചെന്നും SHOയെ കൂടാതെ മറ്റു പോലീസുകാരും അടിച്ചെന്നും ബെൻജോ പറയുന്നുണ്ട്. ഭാര്യ ഗർഭിണിയാണെന്ന് SHOയോട് പറഞ്ഞിരുന്നുവെന്നും CCTV ദൃശ്യങ്ങൾ ദൈവത്തിന്റെ കയ്യൊപ്പായി ഇപ്പോൾ ലഭിച്ചു എന്നുമാണ് ബെൻജോ ഇതിനോട് പ്രതികരിച്ചത്.